സ്നേഹിച്ച് അവരുടെ അവര് നമ്മളിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ശരീരമൊക്കെ നമുക്ക് സമർപ്പിക്കുന്നത്. അതും ഒക്കെ സ്വീകരിച്ച് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നല്ലതായിട്ട് വരത്തില്ല. നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാകും കയ്യിൽ, നമ്മൾ പണത്തിന്റെ അഹങ്കാരം കാണിക്കാം. ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ഒന്നുമില്ല. ദുഃഖത്തിൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നവരെ ഒരിക്കലും കൈവിട്ട് കളയരുത്. മുതലാക്കുന്നവരെയല്ല, മുതൽക്കൂട്ടുകളാകുന്നവരുടെ ഹൃദയത്തിലേക്കാണ് നമ്മൾ കൈപിടിച്ച് കയറേണ്ടത്. ആത്മാർത്ഥമായ സ്നേഹത്തിൽ ഒരു പ്രകടനങ്ങളും കാണില്ല. പ്രകടനങ്ങളൊന്നും ഇല്ലാത്തടത്താണ് ആത്മാർത്ഥമായ സ്നേഹവും കൂടികൊള്ളുന്നത്. നമസ്കാരം ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിൽ അയച്ചിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് ലൈവിലൊക്കെ വരുന്ന സോമനാഥ് എന്ന പേരുള്ള ഒരാളാണ്. അദ്ദേഹം എൻ്റെ എല്ലാ ലൈവിലും ഒരു സെക്കൻഡെങ്കിലും വന്നു പോകുന്ന ആളാണ്. അദ്ദേഹം എനിക്കിട്ടിരിക്കുന്ന മെയിലിൽ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം സ്ത്രീ ശാപം എന്നൊന്നുണ്ടോ എന്നാണ്. സ്ത്രീ ശാപം അല്ലെങ്കിൽ പെൺശാപം എന്നൊരു കാര്യം ഉണ്ടോ എന്നാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് ഒരു സാധാരണക്കാരനായ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരാൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. നിങ്ങളൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവളെ വഞ്ചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാപം കേൾക്കില്ല. എപ്പോഴാ ശാപം കിട്ടുന്നറിയാവോ? ആ പെൺകുട്ടി അതിൽ മനം നൊന്ത് അവളുടെ കണ്ണുനീര്, പഴമക്കാര് പറഞ്ഞങ്ങനെ, പെൺശാപം എന്ന് പറയുന്നത് പെണ്ണ് മനസ്സുകൊണ്ട് ശപിക്കുന്നതല്ല, ദൈവം ശപിക്കുകയാണ്. അതായത് കണ്ണുനീര് വന്ന് ഭൂമിയിൽ പതിക്കണമെന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി മനം നൊന്ത് കരഞ്ഞ് അവളുടെ കണ്ണുനീര് അവൾ അറിയാതെ താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ശാപമായി. എങ്ങനെയാ ശാപം വരുന്നത്? ആ കണ്ണുനീര് വരാൻ ആരാണോ കാരണക്കാരൻ ആ വ്യക്തിക്കാണ് വരുന്നത്. അത് ഒരിക്കലും ആ ശാപത്തിന് ഒരിക്കലും മുക്തി ഉണ്ടാവില്ല. അത് അനുഭവിച്ച് തന്നെ തീർക്കണം, മരണം വരെ അതുണ്ടാവും. പിന്നെ ആ ശാപം പിൻവലിയണം എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി തന്നെ വിചാരിക്കണം, ആ പെൺകുട്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കണം, എങ്കിലേ മാറത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു പെൺകുട്ടി നിങ്ങൾ സ്നേഹിച്ചോളൂ, കുഴപ്പമില്ല. സ്നേഹിക്കുന്നൊക്കെ നല്ലത് തന്നെയാണ്. അതിലൊക്കെ ഞാൻ എതിർപ്പുള്ള ആളല്ല, സ്നേഹിക്കുന്നൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആ സ്നേഹിക്കുമ്പോൾ ഒന്നുകിൽ ആ കുട്ടി വിവാഹം ചെയ്യുക, ഇല്ലെങ്കിൽ ആ കുട്ടിയെ ചതിക്കാതിരിക്കുക. രണ്ടിലേതെങ്കിലും നിങ്ങളൊന്നും ചെയ്യണം. അല്ലാതെ സ്നേഹിച്ച് അവരുടെ അവര് നമ്മളിലുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ശരീരമൊക്കെ നമുക്ക് സമർപ്പിക്കുന്നത്. അതും ഒക്കെ സ്വീകരിച്ച് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നല്ലതായിട്ട് വരത്തില്ല. നമുക്ക് ചിലപ്പോൾ പണം ഉണ്ടാകും കയ്യിൽ, നമ്മൾ പണത്തിന്റെ അഹങ്കാരം കാണിക്കാം. ദൈവത്തിന് മുമ്പിൽ അങ്ങനെ ഒന്നുമില്ല. ഇനിയോ ദൈവം ഉണ്ടോ ഇതൊക്കെ ഇടപെടും എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് ഇടപെട്ടിരിക്കും. ഈ വിഷയത്തെക്കുറിച്ച് ഇതിൻ്റെ അപ്പുറം ഒരു വിവരണം ഞാൻ എങ്ങനെ പറയാനാണ്? ഇവിടെ പ്രകൃതിയുണ്ടോ, ഭൂമിയുണ്ടോ, മഴയുണ്ടോ, വെള്ളമുണ്ടോ, കാറ്റുണ്ടോ, പ്രളയങ്ങളുണ്ടോ, സ്ത്രീ ശാപവുമുണ്ട്. പെൺശാപം എന്നുള്ളത് പരമ പ്രധാനമായ ഒരു സത്യമാണ്. അതിവിടെയുണ്ട്. എങ്ങനെയുള്ള ശാപങ്ങളാണ് നമുക്ക് ഫലിക്കുക എന്നും ആ സോമനാഥ് എന്ന് പറഞ്ഞ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്. അതായത് എല്ലാ സ്ത്രീകളുടെ ശാപം ഫലിക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരിക്കലുമില്ല, എല്ലാ സ്ത്രീകളുടെ ശാപമൊന്നും ഫലിക്കാറില്ല. അങ്ങനെ ഇപ്പം മുഖത്ത് നോക്കി ആരെങ്കിലും വന്ന് നീ തൊലഞ്ഞു പോട്ടെ, അല്ലെങ്കിൽ നീ നശിച്ചു പോട്ടെ, നിന്റെ കുടുംബം മുടിഞ്ഞു പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് നിങ്ങളെ ആരെങ്കിലും ശാപിച്ചാലൊന്നും നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റത്തില്ല. സ്ത്രീ ശാപം പോലെ തന്നെ പുരുഷ ശാപവും. അതെങ്ങനെയാണ് ആ ശാപം അവിടെ ഫലവത്താകുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ മെയിലിനുള്ള മറുപടി ഞാൻ പറയുന്നത്. അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീയെ നമ്മൾ ചതിക്കുകയാണെങ്കിൽ ആ സ്ത്രീ മനം നൊന്ത് കണ്ണിൽ നിന്ന് കണ്ണുനീർ വരികയാണെങ്കിൽ അവിടെ ആ സ്ത്രീ ചതിക്കുന്നു വേണ്ടാതെ ആരാണോ അവളെ ചതിച്ചത് അവളുടെ വിശ്വാസത്തെയും അവളുടെ ആത്മാർത്ഥതയും
അവളുടെ സത്യസന്ധതയും ആരാണോ ചൂഷണം ചെയ്തത്, അവൾ ആരെയാണോ അവളുടെ പ്രാണൻ കൊടുത്ത് പ്രണയിച്ചത്, സ്നേഹിച്ചത്, അവളെ അയാളാണ് ചതിച്ചെങ്കിൽ ആ വിഷമത്തിൽ നിന്ന് ഹൃദയം കൊണ്ട് തേങ്ങുന്ന ഒരു തേങ്ങലിനും കണ്ണുനീരിനും വളരെയധികം വാല്യൂ ഉണ്ട്. നിങ്ങൾ വിചാരിക്കും, അയ്യോ പിന്നെ ചതി ആരെ വേണമെങ്കിലും നമുക്ക് ചതിക്കാം, ചതിച്ചിട്ടങ്ങ് പോകാം, ചോദിക്കാൻ പറയുന്നൊന്നും ആരും വരത്തില്ല, അതൊക്കെ ഇതിൽ കൂട്ടത്തിലുള്ളത് തന്നെ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഒരിക്കലും അല്ല. ഇതിനെല്ലാത്തിനും തന്നെ നിങ്ങൾക്ക് ശാപം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്ന ഒരു പുരുഷൻ അവളെ ചതിച്ചാൽ പോലും, ചതി പറ്റിയെന്ന് മനസ്സിലാക്കിയാൽ പോലും ശപിക്കാത്ത സ്ത്രീകളുണ്ട്. അയ്യോ അയാൾ നല്ലതായിട്ട് ഇരിക്കണേ എന്ന് മാത്രമായിരിക്കും ആത്മാർത്ഥതയുള്ള, സത്യസന്ധതയുള്ള, നന്മയുള്ള സ്ത്രീകൾ ചിന്തിക്കുന്നത്. കാരണം ഒരിക്കലും അവൾ പ്രണയിച്ച ഒരു പുരുഷൻ ദുഃഖത്തിലാകാനോ വിഷമത്തിലാകാനോ അയാൾക്ക് ശാപങ്ങൾ ഏറ്റുവാങ്ങി അയാളുടെ ജീവിതം നശിച്ചു പോകാനോ ആഗ്രഹിക്കുന്നവരല്ല യഥാർത്ഥ സ്ത്രീകൾ, യഥാർത്ഥ പ്രണയിനികൾ. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് പ്രകൃതി തന്നെ ആ പുരുഷന് കൊടുക്കുന്ന ശിക്ഷയാണ്. അത് നമുക്ക് എത്ര തന്നെ പണമുണ്ടായാലും, നമുക്ക് എത്ര വലിയ വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായാലും, ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ഒരു വ്യക്തിയായിരിക്കും, എങ്കിലും ആ ശാപം നമ്മളെ പിന്തുടർന്ന് തന്നെ ചെയ്യും. അത് നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ ശാപം കിട്ടിയ ഒരു പുരുഷന്, ഒരു സ്ത്രീ ശാപം കിട്ടിയ ഒരു പുരുഷന് അത് സ്വയമായിട്ട് തന്നെ തിരിച്ചറിയും. പെട്ടെന്ന് അയാളുടെ തലമുടി കൊഴിയും, പെട്ടെന്ന് അയാളുടെ കണ്ണുകളുടെ കാഴ്ച കുറയും. ഒന്നിന് പകരം വയ്ക്കാൻ മറ്റൊന്നുണ്ടാവില്ല ഒരു കാരണവശാലും. അതാണ് ഹൃദയത്തിൽ വേരുറച്ചു പോയ ബന്ധങ്ങളുടെ പവിത്രത. കണ്ടുമുട്ടിയൊക്കെ കഴിഞ്ഞു, ചിലതൊക്കെ പങ്കുവെച്ച് കഴിഞ്ഞു, സ്വന്തമാക്കി കഴിഞ്ഞു. നമുക്കപ്പോൾ എന്താണ്, അവർ നമ്മളെ പറ്റിച്ചെന്നോ ചതിച്ചെന്നോ ഒരിക്കലും തോന്നില്ല. നമുക്ക് ഒരിക്കലും അതിലൊരു വിഷമവും തോന്നില്ല. കാരണം അവർ നമ്മളോടൊപ്പമുണ്ടല്ലോ, അവർ നമ്മളെ ചതിച്ചില്ലല്ലോ, അവർ നമുക്ക് മുന്നിൽ മറ്റൊരു ബന്ധം കൊണ്ടുവന്ന് കാണിച്ചില്ലല്ലോ എന്നൊരു സന്തോഷത്തിലായിരിക്കും എല്ലാ സ്ത്രീകളും നിൽക്കുന്നത്. പക്ഷേ കൂടുതൽ ബന്ധങ്ങളിലും ചതി മൊത്തം പുരുഷൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. പുരുഷനാണ് ഏറ്റവും കൂടുതൽ ചതിക്കാൻ മിടുക്കൻ. പുരാണങ്ങൾ പരിശോധിച്ചാൽ പുരാണകാലം മുതൽ സ്ത്രീകളെ സ്ത്രീകളല്ല ചതിക്കുന്നത്, പുരുഷന്മാരാണ് കൂടുതലും ചതിക്കുന്ന എല്ലാ പുരുഷനും ശാപം എന്നാണ് സാധനം കിട്ടിയിരിക്കും. കാരണം നിങ്ങൾ ചതിക്കുന്നത് സത്യസന്ധയായ, വളരെയധികം പവിത്രതയുള്ളൊരു സ്ത്രീയാണ്, ദൈവവിശ്വാസിയായ ഒരു സ്ത്രീയാണ്. നിങ്ങൾ ചതിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ ചതിയുടെ ഫലം കിട്ടിയിരിക്കും. നിങ്ങളത് വാങ്ങാതെ ഈ ഭൂമിയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് കടന്നു പോകാനേ പറ്റത്തില്ല. അതൊരു പ്രകൃതി സത്യമാണ്. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ഇൻറ്റൻഷനോട് കൂടിയാണ് ഒരു സ്ത്രീയെ സമീപിക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളൊരു സ്ത്രീയെ സമീപിക്കുന്നതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം എന്താണ്. ആ ഉദ്ദേശം നേടിയെടുക്കുന്നത് വരെ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ മുഖം മറച്ചു വെച്ചുകൊണ്ട്, നിങ്ങൾ ഏറ്റവും സ്വീറ്റായൊരു മുഖം പുറത്തെടുത്തുകൊണ്ട് ആ സ്ത്രീയുടെ മനസ്സും സ്നേഹവും അവളുടെ എല്ലാം തന്നെ കവർന്നെടുത്തതിന് ശേഷം നിഷ്കരണം അവളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും അടുത്ത ബന്ധങ്ങളിലേക്ക് നിങ്ങൾ പോവുകയും ആ സ്ത്രീയുടെ മനസ്സിൽ ഏങ്ങലുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാപം കിട്ടിക്കഴിഞ്ഞു. സ്ത്രീ ശാപം എന്നുള്ളത് സത്യസന്ധമായൊരു കാര്യമാണ്. ഈ പ്രകൃതി പോലെ സത്യമാണ്. അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഓടാനോ ഒളിച്ചോടാനോ ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ തെറ്റ് തിരിച്ചറിയുക, ആ തെറ്റിന് നിങ്ങൾ പരിഹാരം കണ്ടെത്തുക, ആ തെറ്റ് നിങ്ങൾ തിരുത്തുക. ഇതുപോലെ തന്നെയാണ് പുരുഷ ശാപവും ഉണ്ട്. സ്ത്രീ ശാപം മാത്രമല്ല, പുരുഷൻ്റെ ശാപങ്ങളും സ്ത്രീകൾക്കും ഏൽക്കാറുണ്ട്. ചില സ്ത്രീകളുണ്ട്, ചില പുരുഷന്മാരെ വേട്ടയാടി പിന്തുടർന്ന് പ്രണയിക്കും, പ്രണയ ഹോബികളാക്കുന്ന ചില സ്ത്രീകളുണ്ട്. പുരുഷന്മാരെ വലയിൽ വീഴ്ത്തുക, ലക്ഷ്യങ്ങളാണ് അവർക്കൊക്കെ. ഓരോ ഉദ്ദേശങ്ങളാണ് പുരുഷന്മാരെ വീഴ്ത്തേണ്ടതിൻ്റെ പിറകിൽ അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നുകിൽ ആ പുരുഷൻ്റെ ധനമായിരിക്കാം, അല്ലെങ്കിൽ ആ പുരുഷൻ്റെ കുടുംബജീവിതം തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരിക്കാം. പിറകെ നടന്ന് ഭിക്ഷ യാചിക്കും പോലെ സ്നേഹം നേടിയെടുത്തതിന് ശേഷം പുരുഷന്മാരെ ചാദിച്ച് ക്രൂരമായി ഉപേക്ഷിക്കുന്ന സ്ത്രീകളുമുണ്ട്. ആ പുരുഷൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരും അവൻ്റെ മനസ്സിലുണ്ടാകുന്ന തേങ്ങലും തീർച്ചയായിട്ടും ഈ സ്ത്രീകളുടെ തലയിലും ശാപമായി തന്നെ പതിക്കും. സ്ത്രീ ശാപം നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പുരുഷ ശാപം ഏൽക്കത്തക്ക തരത്തിൽ ഒരു സ്ത്രീകളും പെരുമാറാതെ ഇരിക്കുകയും വേണം.